കണ്ണൻ്റെ ആത്മസഖിയാണ് രാധാദേവി. വൃന്ദാവനത്തിൽ നിന്നും കണ്ണൻ മധുരയിലേക്ക് പോയപ്പോൾ വൃന്ദാവനം മൂകമാവുകയാണ്. വൃന്ദാവനത്തിൽ നിന്നും കണ്ണൻ മടങ്ങിയതിനു ശേഷം പിന്നീട് കണ്ണൻ രാധാദേവിയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ട് എങ്ങും പരാമർശിക്കുന്നില്ല. പക്ഷേ രാധാദേവി തൻ്റെ ഹൃദയത്തിൽ സദാസമയവും കണ്ണനെ കാണുകയായി. രാധാദേവിയുടെ കണ്ണനോടുള്ള പ്രണയമെന്ന് പറഞ്ഞാൽ അത് അനശ്വരമായ പ്രണയമാണ്. അതൊരിക്കലും അളക്കാൻ പറ്റുന്ന പ്രണയമല്ല. അതുപോലെ തന്നെ കണ്ണൻ്റെ ദൂതുമായിട്ട് ഉദ്ധവൻ വൃന്ദാവനത്തിലെത്തുന്നു. രാധാദേവിയെയും ഗോപികമാരെയും കാണുന്നു. രാധാദേവിക്ക് കണ്ണനോടുള്ള പ്രണയം കണ്ട്, കണ്ണനോടുള്ള തീവ്രമായ അനുരാഗം കണ്ട് ഉദ്ധവൻ സ്തബ്ധനായി പോവുകയാണ്. രാധാദേവിക്ക് കണ്ണനോടുള്ള അനുരാഗത്തിൽ എത്രയോ ചെറുതാണ് തനിക്ക് കണ്ണനോടുള്ള ഭക്തി എന്ന് ഉദ്ധവന് തോന്നിപ്പോകുന്നുണ്ട്. കണ്ണൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവും ഒരു മിത്രവുമാണ് ഉദ്ധവൻ. പക്ഷെ അദ്ദേഹത്തിന് തോന്നിപ്പോവുകയാണ് രാധാദേവിക്ക് കണ്ണനോടുള്ള പ്രണയത്തിന് മുന്നിൽ തൻ്റെ കണ്ണനോടുള്ള ഭക്തി എത്രയോ ചെറുതാണെന്ന് ഉദ്ധവന് തോന്നിപ്പോവുകയാണ്. അതുപോലെ തന്നെ നാരദ മഹർഷി പോലും രാധാദേവിയുടെ കണ്ണനോടുള്ള പ്രണയത്തിന് മുന്നിൽ സ്തബ്ധനായി. മഹാദേവൻ പോലും രാധാദേവിയുടെ കണ്ണനോടുള്ള പ്രണയം കണ്ട് അത്ഭുത പരതന്ത്രനായി നിന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ തീവ്രമായ അനുരാഗമുണ്ടായിരുന്നിട്ട് പോലും രാധാദേവിക്ക് കണ്ണൻ്റെ പത്നീപദത്തിലെത്താൻ കഴിഞ്ഞില്ല. അതാണ് വിധി. കണ്ണൻ പിന്നീട് ഒരിക്കൽ പോലും വൃന്ദാവനത്തിലേക്ക് വന്നതായിട്ട് എങ്ങും പരാമർശിച്ച് കാണുന്നില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ട്രിവാൻഡ്രം പോവുകയുണ്ടായി. അപ്പോൾ 1-2 ബുക്കുകൾ ഞാൻ റെഫർ ചെയ്തു. അപ്പോൾ എവിടെയാണ് ഇതൊന്നും കണ്ണൻ തിരിച്ച് മധുരയിലേക്ക് വൃന്ദാവനത്തിലേക്ക് വന്നതായിട്ട് എങ്ങും പരാമർശിച്ച് കാണുന്നില്ല. കണ്ണനെ ഹൃദയത്തിലേറ്റിയ ആത്മസഖിയായിരുന്നു രാധാദേവി. രാധാദേവിയുടെ വിവാഹം കഴിഞ്ഞതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയും പറയുന്നുണ്ട്. അതുപോലെ രാധാദേവി വിവാഹം കഴിക്കാതെ കണ്ണനെ ധ്യാനിച്ചു കഴിഞ്ഞതായും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും രാധാദേവിയോളം പ്രണയം കണ്ണനോട് മറ്റാർക്കുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്ര കണ്ട് കണ്ണനോടുള്ള പ്രണയമാണ് രാധാദേവിക്ക്. രാധാദേവിക്ക് സർവവും തൻ്റെ കണ്ണനാണ്. കണ്ണന് വേണ്ടി ആത്മസമർപ്പണം ചെയ്ത ആത്മസഖിയാണ് രാധാദേവി.